റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ അധിക തിരുവ വെട്ടില്ലെന്ന് അമേരിക്ക, പറ്റില്ലെന്ന് ഇന്ത്യയും. അങ്ങനെ അധിക തിരുവയിൽ ചർച്ച നടന്നില്ല. ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 50% തിരുവ ഓഗസ്റ്റ് 27 നിലവിൽ വന്നു. അതിന്റെ പ്രതിഫലനങ്ങൾ ഓഹരി വിപണിയിലും ദൃശ്യമായി. ഈ അധിക തിരുവ അന്യായവും നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ. ചൈനയും ചില യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുമായി വ്യാപാരം തുടരുന്നുണ്ടെങ്കിലും അവർക്ക് സമാനമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുന്നില്ല. എന്തായിരിക്കാം അതിനു പിന്നിൽ? അമേരിക്കയുടെ താരിഫ് പ്രഹരത്തെ മറികടക്കാൻ ഇന്ത്യ എന്ത് ചെയ്തു? ഏതൊക്കെ മേഖലയെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? പരിശോധിക്കാം. ബ്രസീലിനെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയാണ് അമേരിക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരുവ ചുമത്തുന്ന രാജ്യം. തിരുവയെ സംബന്ധിച്ച തുടർ ചർച്ചയ്ക്കായി ഓഗസ്റ്റ് 25 അമേരിക്കൻ സംഘം ഡൽഹിയിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഒഴിവാക്കി. ചൈനയും അമേരിക്കയും നടത്തിയ പോലെ തുറന്ന താരിഫ് പോരില്ലെങ്കിലും ഇരു രാജ്യങ്ങൾക്കിടയിലും വിള്ളലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും അമേരിക്കയുടെ ചുങ്കപ്രഹരം രാജ്യത്തെ പ്രധാന കയറ്റുമതി വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ട്. ടെക്സ്റ്റൈൽസ്, ചെമ്മീൻ, ആഭരണം, ഫുഡ്വെയർ, ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകളെ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും ഇതിന്റെ അലയൊലികൾ ഉണ്ടായി. ഓഹരി വിപണിയിലും അത് ദൃശ്യമായിരുന്നു. ഏതൊക്കെ മേഖലകളെയാണ് അമേരിക്കയുടെ ചുങ്കപ്രഹരം ബാധിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ചെമ്മീൻ വ്യവസായം എടുത്തു നോക്കാം. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് 2024-25 സാമ്പത്തിക വർഷത്തിൽ $2.4 ബില്യൺ മൂല്യമുള്ള ചെമ്മീനാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്. മൊത്തം ചെമ്മീൻ കയറ്റുമതിയുടെ 32.4%. നേരത്തെ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീന് 10% കൗണ്ടർ വെയിലിംഗ് തിരുവ മാത്രമേ ചുമത്തിയിരുന്നുള്ളൂ. 50% തിരുവ കൂടി ചേർത്തതോടെ ഇപ്പോൾ അത് 60%. ആദ്യഘട്ടം 25% തിരുവ ചുമത്തിയതിന് പിന്നാലെ തന്നെ ചെമ്മീൻ വിലയിൽ ഇടിവ് വന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറക്കുമതി തിരുവ 60% ആകുന്നതോടെ വിലയിൽ ഇനിയും ഇടിവ് സംഭവിക്കാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ $10 ബില്യൺ വജ്രങ്ങളും ആഭരണങ്ങളുമാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഈ മേഖലയിലെ മൊത്തം കയറ്റുമതിയുടെ 40%. 2.1% താരിഫ് ഇപ്പോൾ ഉയർന്ന് 52.1%. ഇതേ തുടർന്ന് സൂറത്തിൽ ഉൽപാദന വെട്ടിക്കുറവ് നടന്നെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 12 ലക്ഷത്തോളം പേർ ജോലി ചെയ്യുന്ന മേഖലയാണിത്. അമേരിക്കയുടെ ചുങ്കപ്രഹരം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന മേഖല തീർച്ചയായും ടെക്സ്റ്റൈൽസ് തന്നെയാണ്. കഴിഞ്ഞ വർഷം അമേരിക്കയിലേക്കുള്ള ടെക്സ്റ്റൈൽസ് കയറ്റുമതി $10.8 ബില്യൺ ആയിരുന്നു. US-ലേക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്ര കയറ്റുമതിയുടെ 35%. 50% തിരുവ ഈടാക്കുന്നതിന് പിന്നാലെ ഈ മേഖലയിൽ ഇപ്പോൾ നൽകേണ്ടത് 63.9% തിരുവ. കരകൗശല വസ്തുക്കൾ, തുകൽ, ഷൂസ്, ഫർണിച്ചർ, ബസ്മതി അരി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ചായ, എണ്ണ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളെയും താരിഫ് ഷോക്ക് തൊട്ടുപോയിട്ടുണ്ട്. രാസവസ്തുക്കളുടെ കയറ്റുമതിയാണ് മറ്റൊരു മേഖല. $2.7 ബില്യൺ വ്യാപാരമുണ്ട്. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 13.2%. 54% തിരുവയാണ് ഈ മേഖല നൽകേണ്ടി വരുന്നത്. ലോഹ കയറ്റുമതിയിൽ ഏറ്റവും വലിയ വിപണി അമേരിക്ക അല്ലെങ്കിലും ചെറുകിട ഇടത്തരം കയറ്റുമതിയെ ഇത് പ്രതിസന്ധിയിലാക്കുന്നു. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ. തീർച്ചയായും ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി വ്യാപാരത്തെ അമേരിക്കയുടെ തിരുവ പ്രഹരം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഉൽപാദനത്തെ ബാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ജോലി നഷ്ടമാകും. ബിസിനസ് തകർച്ചയും സ്തംഭനവും ഒക്കെ പിന്നാലെ ഉണ്ടാകും. ഓഹരി വിപണിയിൽ അത് പ്രതിഫലിച്ചത് നമ്മൾ കണ്ടതുമാണ്. ചൈന സ്വീകരിച്ച പോലെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തൽക്കാലം ഇന്ത്യ തയ്യാറായിട്ടില്ല. എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കാമെന്ന ആലോചനയിലാണ് രാജ്യം. തീർച്ചയായും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം മാത്രമാണ് അമേരിക്ക. പരാതികളും പരിഭവവും പങ്കുവെച്ച് വെറുതെ സമയം കളയാനില്ല. ഇതിനെ മറികടക്കണം. മിഷൻ 40 താരിഫ് വാർ മുന്നിൽ വെച്ച് വിലപേശാനുള്ള അമേരിക്കൻ നീക്കത്തിന് ഇന്ത്യയുടെ ചെക്ക്. മിഷൻ 40 എന്നത് ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. കയറ്റുമതി വിപണികൾ വിപുലീകരിക്കുകയാണ് ലക്ഷ്യം. അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ലോകത്തെ പ്രധാന വിപണിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ദൗത്യം. ഉയർന്ന ഗുണമേന്മയുള്ളതും നിലവാരമുള്ളതുമായ ഇന്ത്യൻ തുണിത്തരങ്ങളുടെ ഒരു ബ്രാൻഡ് ഇമേജ് ലോകമെമ്പാടും പരിചയപ്പെടുത്തുക. അമേരിക്കയുടെ പുതിയ തിരുവ കാരണം തുണി, രത്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ മേഖലയിലുണ്ടായ സാമ്പത്തിക ആഘാതം മറികടക്കുക. നിലവിലുള്ള വ്യാപാര കരാറുകൾ പ്രയോജനപ്പെടുത്തിയും സാമ്പത്തികപരമായ സഹായങ്ങൾ നൽകിയും ഇന്ത്യൻ കയറ്റുമതിയെ മറ്റു രാജ്യങ്ങളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കുക തുടങ്ങിയവയാണ് മിഷൻ 40യുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന മത്സര പങ്കാളികളായ ബംഗ്ലാദേശ്, വിയറ്റ്നാം, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ 20% മാത്രമാണ് തിരുവ എന്നിരിക്കെ ഇന്ത്യക്ക് 50%. തീർച്ചയായും കുറഞ്ഞ നിരക്കിൽ ഉൽപ്പാദനങ്ങൾ ലഭ്യമാകുമ്പോൾ വിപണിയുടെ ആകർഷണം അങ്ങോട്ടേക്കായിരിക്കും. റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയല്ല, ചൈനയാണ്.
റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ LNG വാങ്ങുന്നതും ഇന്ത്യയല്ല, യൂറോപ്യൻ യൂണിയനാണ്. എന്നിട്ടും പക്ഷേ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ അമേരിക്ക ഇത്രമാത്രം രോഷം കൊള്ളേണ്ടതിന്റെ കാര്യം എന്താണ്? ഇന്ത്യ പാക് വെടിനിർത്തലിൽ ട്രംപിന് ഇടം നൽകാത്തത് മാത്രമാണോ പ്രശ്നമെന്ന് ചോദിച്ചാൽ അത് മാത്രമാവില്ല എന്നതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ സമീപനത്തിൽ വ്യക്തമാകുന്നത്. കൊള്ളലാഭം നേടുകയും റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുകയും ചെയ്തതിന് ഇന്ത്യയെ ശിക്ഷിക്കുക എന്നതാണ് ഔദ്യോഗികമായി പറയുന്നതെങ്കിലും മറ്റു ഘടകങ്ങളും ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ടാവാം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ഇതുവരെ വിജയിക്കാത്ത വ്യാപാര ചർച്ചകളിൽ മേൽക്കൈ നേടാനുള്ള ഒരു തന്ത്രമായിരിക്കാം ഈ പുതിയ തീരുവപ്രഹരം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തുന്നതിലൂടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ പ്രവേശനം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവ് നേടിയെടുക്കാനുള്ള അമേരിക്കയുടെ ശ്രമമാണ് ഒന്ന്. ഇന്തോ പസഫിക് മേഖലയിൽ വളർന്നു വരുന്ന ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കാൻ ഇന്ത്യയെ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയായി അമേരിക്ക നോക്കിക്കണ്ടിരുന്നുവെങ്കിലും മറുവശത്ത് റഷ്യയുമായി ശക്തമായ ബന്ധം നിലനിർത്തുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയം അത്രയ്ക്കങ്ങോട്ട് പിടിക്കുന്നില്ല. ഇതും ട്രംപിന്റെ അനിഷ്ടങ്ങൾക്ക് കാരണമെന്ന് നിരീക്ഷകർ പറയുന്നു. അതേസമയം ചർച്ചകൾ തുടർന്നും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. തിരുവാപ്രഹരത്തിൽ നഷ്ടം ഒരാളെ മാത്രമായി ബാധിക്കുന്നതല്ല, അമേരിക്കൻ വിപണിയിലും ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. വിഷയത്തിൽ അതേ നാണയത്തിൽ പ്രതികരിച്ച് കൂടുതൽ സങ്കീർണമാക്കാൻ ഇന്ത്യ തൽക്കാലമില്ല. എന്താണ് പരിഹാരമെന്ന് കണ്ടെത്തി ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാമെന്ന് പരിശോധിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം.